പടർന്നു നിൽക്കും ശിഖരമല്ല പടർന്നു നിൽക്കും ശിഖരമല്ല നമുക്ക് താഴെ ആണയിട്ടാൻ വിണ്ണും കൂടെ വന്നു നിൽക്കും വീണ്ടും നമ്മുടെ കാലിൻ കീഴെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള കാളിക്കും അവന്റെ സുഹൃത്തുക്കൾക്കും കൊല, കൊള്ള, ബലാത്സംഗം എന്ന കുറ്റങ്ങൾ ചാർത്തിയിട്ടുണ്ട്. ഈ കുറ്റങ്ങളെല്ലാം ഇവർ തന്നെയാണ് ചെയ്തതെന്നും അത് നേരിൽ കണ്ടുവെന്നും പലരും ജനങ്ങളുടെ കോടതിയിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ആയതിനാൽ കാളിയും അവന്റെ കൂട്ടുകാരും കുറ്റവാളികളാണെന്ന് തീർച്ചയായിട്ടുണ്ട്. മേലെ പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾക്ക് ലോകത്തിലെ എല്ലാ കോടതികളിലും ശിക്ഷയായിട്ട് മരണമാണ് വിധിക്കുന്നത്. ജനങ്ങളുടെ കോടതിയിൽ എന്താണ് ശിക്ഷയെന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിർത്തിക്കാൻ കല്ല് താഴെയിടാനല്ലേ പറഞ്ഞേ? പോലീസ് വേണ്ട, കോടതി വേണ്ട എന്നൊക്കെ പറയാൻ നിങ്ങളാരാ? ഞങ്ങൾ പോലീസോ കോടതിയോ വേണ്ടെന്നല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് അവരെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. പോലീസും കോടതിയൊക്കെ ഉണ്ടായിട്ടും വീട്ടിൽ വാച്ച്മാനെ വെക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇതും. ഗ്രാമത്തിലെ പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞ് തീർക്കാറില്ലേ? അതുപോലെ ഞങ്ങൾ തന്നെ വിചാരണ ചെയ്ത് ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോളാം. അല്ലാതെ പോലീസ് കോടതി എന്ന് പറഞ്ഞ് നടക്കണം ഞങ്ങളില്ല, അത്രേ പറഞ്ഞോളൂ. ശരി മോനെ, നിങ്ങൾ തന്നെ എല്ലാം ചെയ്യുന്ന സ്ഥിതിക്ക് നിങ്ങൾ തന്നെ അവരെ ശിക്ഷിച്ചോ. അവരെ കൊന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുവോ? ഇവരല്ലെങ്കിൽ മറ്റാരെങ്കിലും വരില്ലേ? ഇങ്ങനത്തെ പ്രശ്നപരിഹാരം ആരാണോ നിങ്ങൾക്ക് പറഞ്ഞത്? ഏത് കോളേജിൽ പഠിച്ചേ? ഇന്ന് നിങ്ങൾ അവർ തല്ലും, നാളെ അവരുടെ ആൾക്കാർ വന്ന് നിങ്ങളെ കൊല്ലും. ഇതിങ്ങനെ തന്നെയല്ലേ പോവുള്ളൂ. അപ്പൊ ഈ നടക്കുന്നൊക്കെ കണ്ടിട്ട് മിണ്ടായിരിക്കാനാണോ പറയുന്നത്? ഇല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനാ പറഞ്ഞത്. സമാധാനപരമായ ഈ നാട്ടിൽ പകരത്തിന് പകരം ചോദിക്കാൻ ഇറങ്ങുന്നത് അതിനൊക്കെ കാരണം ഇവിടുത്തെ രാഷ്ട്രീയമാണ്. ആദ്യം ഇവിടുത്തെ രാഷ്ട്രീയം ശരിയാക്കാൻ നോക്ക്, എല്ലാം ശരിയായിക്കോളും. അവസാനമായി പറയുകയാണ്, അക്രമവും ആയുധവും നിലത്ത് വെച്ചിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കൂ. അതിനുശേഷം ഗുണ്ടായിസം മാത്രമല്ല, ഈ നാട് തന്നെ നന്നായിക്കോളും. അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അവരയച്ചുവിട്ര. സമാധാനപരമായ ഈ നാട്ടിൽ പകരത്തിന് പകരം ചോദിക്കാൻ ഇറങ്ങുന്നത് അതിനൊക്കെ കാരണം ഇവിടുത്തെ രാഷ്ട്രീയമാണ്. ആദ്യം ഇവിടുത്തെ രാഷ്ട്രീയം ശരിയാക്കാൻ നോക്ക്, എല്ലാം ശരിയായിക്കോളും. ഇത്രയും നാള് നമ്മള് വേരിൽ കത്തിവെച്ചിരുന്നില്ല, അതുകൊണ്ടാ പിന്നെ പിന്നെ മുളച്ചു വന്നോണ്ടിരുന്നത്. ഇനി വേരിൽ കത്തിവെക്കാൻ പോവാ. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, നമ്മുടെ നാട് ഇലക്ഷൻ വേളയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രിയ SS അവർകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ SS അവർകൾ അതാ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അദ്ദേഹത്തെ പ്രസംഗിക്കാനായി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ പാർട്ടിയുടെ മെയിൻ ലീഡറുമായ ചേട്ടൻ കാർത്തികേയൻ അവർകളും എനിക്ക് മുമ്പേ ഇവിടെ പ്രസംഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട മറ്റു നേതാക്കളെയും നമ്മുടെ പാർട്ടിയുടെ അണികളെയും ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ മുതിർന്നവരെയും എൻ്റെ അച്ഛനമ്മയ്ക്ക് തുല്യമായ എല്ലാവരെയും കഴിഞ്ഞ കൊല്ലം ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരു പര്യടനത്തിന് പോയപ്പോൾ
ഒരു പ്രായമുള്ള മനുഷ്യൻ എൻ്റെ അടുത്തോട്ട് വന്ന് നിങ്ങളുടെ കേരളത്തിന് മാത്രം പെണ്ണുങ്ങൾക്കൊക്കെ നല്ല മര്യാദ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വെറും കഥയായാലും അല്ലാതെ വെറും പാട്ടായിരുന്നാലും പെണ്ണുങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ, അതിനെന്താ കാരണം എന്ന് ചോദിച്ചു. ഞാൻ ആ പ്രായമുള്ള മനുഷ്യനോട് പറഞ്ഞു, അതാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം. അതായത് നമ്മൾ സ്ത്രീകളെ വളരെ ബഹുമാനിക്കുന്നവരാണ്. അതുകൂടാതെ എന്നെ പോലുള്ള രാഷ്ട്രീയക്കാർ സ്ത്രീകളെ ദൈവത്തെ പോലെയാ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ നമ്മുടെ കേരളത്തില് പിച്ചക്കാര് പിച്ച എടുക്കുമ്പോ കൂടി അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് പിച്ച എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് ആരും പിച്ച എടുക്കാറില്ല. നമ്മുടെ പിച്ചക്കാർക്ക് പോലും സ്ത്രീകളെ എത്രത്തോളം ബഹുമാനം ഉണ്ടെന്ന് ആ സ്വിറ്റ്സർലൻഡുകാരനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നേ. ഞാൻ സ്ത്രീകളെ ഇത്രയ്ക്ക് ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഓരോ വേദിയിലും എന്നെ പെറ്റെടുത്ത അമ്മമാരേന്ന് ഇത്ര ബഹുമാനത്തോടു കൂടി വിളിക്കുന്നത്. എന്നെപ്പോലെ നിങ്ങളും സ്ത്രീകളെ നന്നായിട്ട് ബഹുമാനിക്കാൻ പഠിക്കണം. പെണ്ണെന്നത് എപ്പോഴും നമ്മുടെ പെറ്റ തള്ളയെ പോലാണെന്ന് നിങ്ങളെന്നും ഓർക്കണം. ഇത് ഞാൻ ഈ ജനക്കൂട്ടത്തിന് മുന്നിൽ ബോധിപ്പിക്കുക. ഇത് ഞാനല്ല, ഇത് ഞാനല്ല. ആരല്ല മറച്ചുകൊണ്ട് പോകാനും വഴി. ചോളി കെ പീച്ചേ ക്യാ ഹേ, ചോളി പീച്ചേ ക്യാ ഹേ, ചോളി കെ പീച്ചേ ക്യാ ഹേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബൗസിന്റെ അകത്ത് എന്താ ഇരിക്കുന്നതെന്നാ? ഒരു മന്ത്രി പാടേണ്ട പാട്ടൊക്കെയാണോ ഇത്? ഇവിടെ വേസ്റ്റുകൾ കൂടിക്കിടക്കുകയാണ്. മദ്യശാലകളാണെങ്കിലും നല്ല കളക്ഷനുമാണ്. ഫയലുകൾ തപ്പിക്കൊണ്ടിരിക്കുന്ന മന്ത്രിയുടെ കൈ പെണ്ണുങ്ങളെ തടവിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാം മന്ത്രിയായി കഴിഞ്ഞാൽ തൊഴിലവസരങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, അണക്കെട്ടാണ് ഉണ്ടാക്കേണ്ടത്, സ്കൂളുകളും കോളേജുകളുമാണ് തുറക്കേണ്ടത്. അല്ലാതെ കണ്ട വൃത്തികെട്ട പെണ്ണുങ്ങളുടെ ബ്ലൗസ് അല്ലേ കാണേണ്ടത്. അഥവാ ഇനി മന്ത്രിക്ക് നാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും ഡാൻസ് നന്നായിട്ട് കളിക്കാൻ അറിയാം. ഇനി SS രാജിവെക്കാണ്ട് വേറെ വഴിയൊന്നുമില്ല. മന്ത്രിസഭയുടെ പ്രതിച്ഛായ മൊത്തം പോയെന്നേ. വേറെ വഴിയൊന്നുമില്ല. ഇത്രയും കാലമായിട്ടും സത്യം, ധർമ്മം, നീതി എന്നിവയെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കക്ഷികൾക്ക് ഇപ്പോൾ പുതിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ മന്ത്രി SS ആണ്. മന്ത്രി SS പല പല സ്ത്രീകളുമായി ഡാൻസ് ചെയ്യുന്നതിന്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളെല്ലാം വാതോരാതെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടി, നമ്മുടെ മന്ത്രിസഭ നിലനിർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി രാജിവെക്കാതെ വേറെ വഴികളൊന്നുമില്ല. അതെ, SS രാജിവെച്ചേ പറ്റൂ. SS രാജിവെച്ചേ പറ്റൂ. രാജിവെച്ചേ പറ്റൂ, അല്ല ശരിയാവില്ല. രാജിവെക്കാതെ ഞങ്ങൾ സമ്മതിക്കില്ല. SS രാജിവെച്ചേ പറ്റൂ. രാജിവെച്ചേ പറ്റൂ. രാജിവെച്ചേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട MLA-മാരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു കൊച്ചു കഥ പറയാൻ എനിക്ക് സമയം തരണം. ഒരു വേശ്യയെ കണ്ട് എല്ലാവരും കല്ലെറിഞ്ഞത്രേ. അപ്പോൾ ആ വഴിയെ വന്ന ഒരു പ്രായമായ മനുഷ്യൻ, നിങ്ങളിൽ ആരാ തെറ്റ് ചെയ്യാത്ത, അവര് മാത്രം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളിൽ ആരാ കുറ്റം ചെയ്യാത്തത്, അവര് മാത്രം എന്നോട് ചോദ്യം ചോദിച്ചാൽ മതി. അതിന് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാ. അതല്ലാതെ കണ്ട നായ്ക്കൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇങ്ങനെ വായി തോന്നുന്നത് സംസാരിക്കാതെ മര്യാദയ്ക്ക് രാജിവെക്കാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ നിറക്കി വിടേണ്ടി വരും. നീ വിചാരിച്ചാ എന്നെ മാത്രമേ ഡിസ്മിസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഞാൻ വിചാരിച്ചാ നിന്റെ മന്ത്രിസഭനെ ഇല്ലാതാക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഡൽഹിക്ക് വിളിക്ക്. നാളെ തന്നെ അവിശ്വാസ പ്രമേയം പാസ്സാക്കണം. ഞാനില്ലാത്ത മന്ത്രിസഭ ഇനി ഉണ്ടാവാനേ പാടില്ല. ഹലോ, അതെ. എടാ അറിവില്ലാത്തവനെ, ഞാൻ ആ ഡോക്ടർ അല്ലടാ. അത് പഠിച്ചിട്ട് MBBS വാങ്ങിയ ഡോക്ടറാ. ഞാൻ പഠിക്കാതെ വാങ്ങിയ ഡോക്ടറാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ഡോക്ടറായിട്ടൊന്നും എനിക്ക് വേണ്ടാന്ന്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.
ദേ വീണ്ടും ഹലോ. ഓ, ഏത് ബെല്ല അടിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവമേ. ആദ്യം കോളിംഗ് ബെല്ലൊന്ന് ഊരി വെക്ക്, പിന്നെ കോൾ ചെയ്യ് ഡൽഹിക്ക്. ഇട്ടൊന്ന് വിളിക്കടാ. സാർ ഫോണിൽ നമ്പർ കാണുന്നില്ല സാർ. എങ്ങനെ കാണാനാ? കണ്ണാടി എടുത്ത് നെഞ്ഞിലോട്ട് വെച്ചാ, കണ്ണിലോട്ട് വെക്ക്. പി എവിടെ പോയി? ഇവിടെ ഉണ്ടാ?